ഹിജാബ് വിവാദം തുടരുന്നതിനിടെ എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 2 കുട്ടികൾ കൂടി പഠനം നിർത്തുന്നു. 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ടിസിക്കായി അപേക്ഷ നൽകിയത്. തോപ്പുംപടിയിലെ ഔർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുക. അതേസമയം ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് കുടുംബം അറിയിച്ചിട്ടില്ല. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഉയർന്ന ഹിജാബ് വിവാദത്തിലെ ഏറ്റവും പുതിയ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 കുട്ടികളുടെയും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാതാപിതാക്കൾ നൽകിയ അപേക്ഷയാണ്. അതിൽ പ്രധാനമായിട്ടും ഇവർ പറയുന്നത് തങ്ങൾ ഈ ഹിജാബ് എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അപേക്ഷയല്ല തങ്ങൾ നൽകുന്നത്, അതുകൊണ്ടല്ല സ്കൂൾ വിടാനായിട്ട് തീരുമാനിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർ നടത്തിയ പരാമർശങ്ങളാണ്. പ്രത്യേകിച്ച് പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങൾ തങ്ങളെ അതീവമായി വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊരു നിലപാട് പുലർത്തുന്ന സ്കൂൾ അധികൃതരുടെ ആ വിദ്യാലയത്തിൽ പഠിക്കുന്നത് നല്ലതല്ല എന്നൊരു തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ടാണ് സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അതിൽ ഇപ്പോൾ തന്നെ അവർ അപേക്ഷ നൽകിയിരിക്കുന്നത് തോപ്പുംപടി ഔർ ലേഡീസ് കോൺവെന്റ് സ്കൂളാണ്. മറ്റൊരു കോൺവെന്റ് സ്കൂളിലേക്കാണ് മാറ്റുന്നത്. അതുകൊണ്ട് തങ്ങളുടെ ഈ വിഷയത്തിൽ അങ്ങനെ തങ്ങൾ മറിച്ചൊരു നിലപാടുണ്ടായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും മാനേജ്മെൻറ്റ് കീഴിലേക്ക് മാറ്റുമായിരുന്നു. പക്ഷേ അതല്ല, തങ്ങൾ ഈ വിഷയത്തിൽ ഇവരെടുത്ത നിലപാടുകൾ വേദനിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. അതുകൊണ്ട് TCക്കുള്ള അപേക്ഷ തങ്ങൾ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർ പരിഗണിക്കുമെന്നാണ് ഇവരുടെ ഒരു നിലപാട്. ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉളവാക്കുന്നു എന്നുള്ള രീതിയിലത്തെ പരാമർശങ്ങളാണ് അവർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമുദായികപരമായിട്ടാണെങ്കിലും അതുപോലെ മറ്റുള്ള മതക്കാരോടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അതായത് എൻ്റെ കുട്ടികളെ ഇപ്പം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിജാബല്ല എൻ്റെ പ്രശ്നം. അതായത് അവിടെ നടത്തിയ ചില പരാമർശങ്ങളാണ്. അവർ പരാമർശം നടത്തിയത് തട്ടത്തിൻ്റെ പേരിലാണെന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രശ്നം ഉന്നയിച്ച ആളുടെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് പകരം ആ ഉന്നയിച്ച ആളിനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഇവിടെ അത് ഉന്നയിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പളും PTA പ്രസിഡന്റുമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെൻറ്റ് ഇതുവരെയും ഇവരുടെ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ളൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. മറ്റാരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും നിർബന്ധമോ ഭീഷണിയോ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയൊരു അപേക്ഷ നൽകുന്നതിന് പിന്നിലില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആരോടും ഇത് സംബന്ധിച്ച് അന്വേഷിച്ചില്ല. ഇത് ഞങ്ങളുടെ തന്നെ ഒരു തീരുമാനമാണ് എന്നത് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. ഏതായാലും ഈ വിഷയത്തിൽ അവർ എടുത്ത നിലപാട് 2 കുട്ടികളെയും തന്നെ അവരുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന LP വിഭാഗത്തിൽ പഠിക്കുന്ന 2 കുട്ടികളെയും പെൺകുട്ടികളെയും ഇവിടെ നിന്ന് മാറ്റാനാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടുതൽ നേരത്തെയും ഇത്തരം ചില വാർത്തകളുണ്ടായിരുന്നു. കൂടുതലായും ചില കുട്ടികളെ മാറ്റാനായിട്ട് രക്ഷിതാക്കൾ തീരുമാനമെടുക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഈ 2 കുട്ടികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ ഇത്തരം ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹിജാബ് വിവാദത്തിൽപ്പെട്ട കുട്ടിയുടെ പിതാവ് കുട്ടിയുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TCക്ക് അപേക്ഷ നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് തൽക്കാലം നീട്ടിവെച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതി ഈ വിഷയത്തിൽ ഈ വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുന്നുണ്ട്. അത് സർക്കാർ ഇറക്കിയ സർക്കുലർ, ഈ സർക്കുലറിനെ ചോദ്യം ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ അടിയന്തരമായി സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടില്ല. പകരം ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇതിനുള്ളൊരു വിശദീകരണം, ഈ സർക്കുലർ ഇറക്കാനിടയാക്കിയ സാഹചര്യം, അതിലൊരു തുടർ നടപടികളും മറ്റെന്തെങ്കിലും നടപടികളുണ്ടോ, അതിലൊരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മറുപടി വരുന്നത് വരെയും വെള്ളിയാഴ്ചയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് മറുപടി, ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും TC വാങ്ങുക എന്നതാണ് കുട്ടിയുടെ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അനുകൂലമാകണോ പ്രതികൂലമാണോ എന്നതുവരെ കാത്തിരിക്കാനാണ് അവർ അതിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്കെടുത്ത് സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താനാണ് ശ്രമമെന്നാണ് വിശദീകരണം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നും സംഘടന വിശദീകരിക്കുന്നു. ഗൂഗിൾ ഫോം വഴിയുള്ള വിവര ശേഖരണത്തിന് കണക്ക് പരസ്യപ്പെടുത്തും എന്നാണ് പ്രഖ്യാപനം. ഹിജാബ് വിഷയത്തിൽ പുതിയ ഒരു നീക്കവുമായിട്ടാണ് മുസ്ലിം സാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കളുടെ നീക്കങ്ങൾ.
SKSS നേതാവായ സത്താർ പന്തലൂരിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പുതിയ നീക്കങ്ങളുടെ അടിസ്ഥാനം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതിയില്ലാത്ത സ്ഥാപനങ്ങളുടെ കണക്ക് ശേഖരിക്കുന്നു എന്നൊരു FB പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. മാത്രമല്ല ആ പോസ്റ്റിൽ തന്നെ ഒരു ഗൂഗിൾ ഫോമിൽ ഏത് സ്ഥാപനമാണ് എവിടെയാണ് എന്നുള്ള വിശദാംശങ്ങൾ നൽകാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അത്തരത്തിൽ ഈ ഒരു മുസ്ലിം വേഷം ധരിക്കാൻ അനുവദിക്കാത്ത സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കും.